അതിൽ ചിലതിപ്പോൾ നിർമ്മാണം തുടങ്ങി, ചിലത് ചെറുതായി പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ ഡൈനാമേറ്റഡ് ഒരു ഭാഗം പ്രവർത്തനം തുടങ്ങി. ബാക്കി ഈ അതിന് മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നതിന് 800 കോടിയാണ് അവർ നമ്മുടെ EOE വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം അത് ഞാൻ ആണ് ഉദ്ഘാടനം ചെയ്തത്. ലോകത്ത് ഇതുവരെ ഇല്ലാത്ത പുതിയ ടെക്നോളജിയാണ്. ഈ ഡൈനാമേറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. നിങ്ങൾ ഈ മറ്റു പല ഇതിനും കുറച്ച് കൊടുത്ത വായനക്കാരുണ്ടോ? ഈ ജാക്കി ജാൻ്റെ സിനിമയുണ്ടല്ലോ, ആ ജാക്കി ജാൻ്റെ സിനിമയിലുള്ള എഫക്ട്സൊക്കെ അതിന് ഇവരാ ചെയ്യുന്നത്. ഞാൻ ലോഞ്ച് ചെയ്തപ്പോൾ പുതിയ പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ടെക്നോളജി നമ്മൾ സൂം മീറ്റിംഗ് നടക്കും. അപ്പോൾ നമ്മൾ നേരിൽ ഇതിപ്പോൾ ഈ ടെക്നോളജി ഉപയോഗിച്ചാൽ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഇരിക്കണ പോലെ ആയിരിക്കും. അതേപോലുള്ള ഫീലാണ് കിട്ടുക. പിന്നെ ഹോളോഗ്രാമിക്സ് അറിയാമല്ലോ, ഒരു ചെറിയ ട്രാൻസ്പെറൻറ്റ് സ്ക്രീനാണ്. അവിടെ നമുക്ക് നേരിട്ട് ഇപ്പോൾ ഇവിടെ പത്രസമ്മേളനം നടത്തുന്നത് തന്നെ ഈ നടത്തുന്ന ഫീലോടുകൂടി എവിടെയും കൊടുക്കാൻ പറ്റുന്ന ടെക്നോളജി. അവരുടെ കോൺസെപ്റ്റ് ലോകത്തു നിന്നുള്ള എല്ലാ വിദഗ്ധർ, മ്യൂസീഷ്യന്മാർ, ഡയറക്ടേഴ്സ് അവർക്കൊക്കെ അവിടെ വന്നുള്ള വർക്ക് സ്പേസാണ്. അതിൻ്റെ ആദ്യഘട്ടം തുടക്കം കുറിച്ചു. ബാക്കി ഉള്ളവരുടെയും ഇപ്പം നിർമ്മാണം തുടങ്ങിയതാണ് ഈ പറഞ്ഞ മറ്റ് കമ്പനികൾ. ചിലത് അതിവേഗത്തിൽ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റീറ്റെയിൽ മാർക്കറ്റിൻ്റെ ഒപ്പുവെച്ച കൊച്ചിയിൽ തുടങ്ങുന്ന അവരുടെ എല്ലാം ഇപ്പോൾ കൊച്ചിയിൽ നമ്മുടെ പോർട്ടിൻ്റെ സൈഡിലുള്ളത് നേരത്തെ തുടക്കം കുറിച്ച് ഇപ്പോൾ അതിവേഗത്തിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റ് കമ്പനികൾ രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞത് ഇപ്പോൾ നിർമ്മാണം തുടങ്ങിയതാണ്. അതിൽ ഒരു കമ്പനി ഉദ്ഘാടനത്തിലേക്ക് ലോജിസ്റ്റിക് അവിഗ്ന ഉദ്ഘാടനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞത് കൂടാതെ തന്നെ മിക്കവാറും ഈ മെയിൽ തന്നെ ജൂണിൽ ആദ്യം കല്ലിടാവുന്ന രൂപത്തിൽ അദാനി ലോജിസ്റ്റിക് പാർക്ക് 70 കോടി കളമശ്ശേരി അതും കല്ലിടാവുന്ന രൂപത്തിലേക്ക് മറ്റ് പെർമിഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ കല്ലിടലിലേക്ക് പോകും. മുനിസിപ്പൽ പെർമിഷൻ മറ്റത് വേഗത്തിൽ കൊടുക്കാൻ നോക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കല്ലിടലിലേക്കും പോകും. എന്തായാലും നല്ല വേഗതയിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനകത്ത് കൂടാതെ നമ്മളൊരു മൊബൈൽ ആപ്പ്, അതും നിങ്ങളുടെ സഹകരണം വേണം. ഞാൻ നേരത്തെ ലോഞ്ച് ചെയ്തിരുന്നു. അന്ന് പിന്നെ നമ്മുടെ രാജ്യത്തെ അന്തരീക്ഷം വേറെ രീതിയിൽ നിന്നതുകൊണ്ട് വേണ്ടത്ര ഒരു ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വ്യവസായത്തിന് ഭൂമി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അത് വിൽക്കാനാകാം, ലീസാകാം, റെൻറ്റിലാകാം, ഈ മൊബൈൽ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇത്ര സ്ഥലം, ഇപ്പോൾ 10 ഏക്കർ സ്ഥലം എൻ്റെ കയ്യിലുണ്ട്, ഇത് വ്യവസായത്തിന് ഇന്ന സ്ഥലത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. വ്യവസായികൾക്ക് ഭൂമി വേണമെങ്കിൽ അവർക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം, ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഇത്ര ഭൂമി വേണമെന്നുണ്ട്. ഇതൊരു ഇൻഫർമേഷൻ ഷെയറിങ് പ്ലാറ്റ്ഫോമാണ്. ബാക്കി വില മറ്റു കാര്യങ്ങളെല്ലാം അവർ തമ്മിലാണ്. ഇപ്പോൾ പലരും വരുന്നു, ഇപ്പോൾ വിഴിഞ്ഞത്ത് വേണം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് വേണം, പെട്ടെന്ന് സ്ഥലം കിട്ടുന്നില്ല. അപ്പോൾ അത്തരം സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ കിൻഫ്രയ്ക്ക് ഇപ്പോൾ നമ്മൾ നെഗോഷിയേറ്റ് പർച്ചേസ് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. റവന്യൂ വകുപ്പ് കിൻഫ്ര ഉൾപ്പെടെയുള്ളവർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് നിയമത്തിൽ അനുശാസിക്കുന്ന പോലെ തന്നെ നെഗോഷ്യബിൾ പർച്ചേസിനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ അവർ കഴിയും എന്നാണ് കണക്കാക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗം. അതായത് പറഞ്ഞത്, ഇപ്പോൾ നിർമ്മാണം തുടങ്ങിയത്, അതിന് പൈലറ്റായി പൂർത്തീകരിച്ചത്, ഈ മാസം കല്ലിടും. നമ്മൾ ഈ കാണേണ്ടത് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് EOE വന്നു. EOE നമ്മൾ ചിലത് MOU വരേണ്ടി വരും, ചിലത് നേരിട്ട് പോകേണ്ടി വരും. അവർ ഒരു പ്രപ്പോസൽ വെച്ചിരിക്കുകയാണ്. ചിലത് നമ്മൾ ഈ IKGSൻ്റെ ഭാഗമായി 6 മാസത്തോളം നമ്മുടെ പ്രിപ്പറേറ്ററി വർക്ക് ഉണ്ടല്ലോ, ആ പ്രിപ്പറേറ്ററി വർക്കിൽ റോഡ് ഷോ, കോൺക്ലേവുകൾ, അതുപോലെ തന്നെ റൗണ്ട് ടേബിളുകൾ, അതിൽ വന്ന് നമ്മളപ്പോൾ തന്നെ തുടങ്ങിക്കോണം പറഞ്ഞ ചില കാര്യങ്ങൾ, മറ്റ് പേപ്പർ വർക്കെല്ലാം നേരത്തെ നീങ്ങിയിട്ടുണ്ടാവും. ഇതിൽ ചിലത് അങ്ങനെ വരുന്നതാണ്. മറ്റുള്ളതിൻ്റെ പേപ്പർ വർക്കിൽ നീങ്ങുക, ലാൻഡ് ഉള്ളവർക്ക് പെട്ടെന്ന് തുടങ്ങാൻ കഴിയും. അപ്പോൾ സാധാരണ വർഷങ്ങളോടെടുക്കുന്ന കാര്യത്തിൽ നമ്മളിപ്പോൾ സമയബന്ധിതമായി തന്നെ പോകുന്നുണ്ട്. ഒരു ഡാഷ്ബോർഡ് ഉണ്ട്, നിങ്ങൾക്കും അത് പൊതുവായ വിവരങ്ങൾ അതിനകത്ത് ലഭ്യമായിരിക്കും. അതിന് ഓരോന്നിനും ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക ടീം, KSIDCയുടെ കീഴിൽ ഒരു പ്രത്യേക ടീം ഈ IKGS അതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടി ഇപ്പോൾ ഉണ്ട്. അതൊന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യണമെന്നാണ് ഇപ്പോൾ കാണുന്നത്.